Hello guys, welcome back to my channel. So ഇന്ന് നമ്മളൊരു കിടിലൻ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ബിരിയാണികളിലെ ഏറ്റവും സ്പെഷ്യലും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി. സോ അത് നമുക്ക് തലശ്ശേരിയിൽ തന്നെ എവിടെ കിട്ടും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ ഏറ്റവും സ്പെഷ്യൽ ബിരിയാണി തപ്പി നമ്മൾ എത്തിയിരിക്കുന്നത് റാരാവീസിലാണ്. അപ്പോൾ റാരാവീസിലെ ബിരിയാണി എന്ന് പറയുന്നത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും പോയി കഴിക്കേണ്ട ഒരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ റാരാവീസിലോട്ട് കിടക്കാം. റാരാവീസിൽ നമ്മൾ എത്തിയിരിക്കുന്നത് 2 മണി ടൈമൊക്കെ ആയിട്ടുണ്ട്, 2-2:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്രയും റഷ് എന്ന് ആലോചിക്കണം. ഞങ്ങൾ ക്യൂവിലായിരുന്നു കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കിയിട്ട് ഈ 1:30 സമയത്തൊക്കെ വന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ. അപ്പോൾ അതാണ്. അപ്പം നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ AC ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ചൂടല്ലേ ഇപ്പം, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സൂപ്പ് ഉണ്ട്, പിന്നെ എന്താണ് സാലഡ്സ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം മറ്റുള്ള റെസ്റ്റോറൻറ്റുമായിട്ട്. ഫിഷ് ഐറ്റംസ് ഉണ്ട്, പ്രോൺ ഉണ്ട്, പ്രോൺ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും അങ്ങനെ എല്ലാ തരം ബിരിയാണി, ഫിഷ് ബിരിയാണിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് എല്ലാ തരം ബിരിയാണിയും കഴിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് നല്ലതായിട്ട് തോന്നി, എല്ലാ ബിരിയാണിയും നല്ലതാണ്, ബട്ട് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ചിക്കനും മട്ടനുമാണ്. ഫിഷും നല്ലതാണെന്ന് ചിലവരൊക്കെ പറയും, ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഫിഷ് അത്ര ഭയങ്കര സംഭവമായിട്ട്. മട്ടൺ നല്ലതായിരുന്നു ആൻഡ് ചിക്കൻ ഓൾസോ നല്ലതായിരുന്നു. ഇപ്പോൾ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ചോപ്സി ഉണ്ട്, പുലാവ് ഉണ്ട്, പിന്നെ റാറാ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് അത് വേറെ ഉണ്ട്. റോട്ടീസ്, നാൻ എല്ലാം ഉണ്ട്, തന്തൂരി ചിക്കൻ, അൽഫാംസ് എല്ലാം. പിന്നെ കുടിക്കാനാണെങ്കിൽ ആകെ ഷേക്കും മറ്റേ ജ്യൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ്. നമ്മളൊരു ഫുൾ ബിരിയാണിയും പിന്നെ ഒരു ലോലിപോപ്പാണ്, ചിക്കൻ ലോലിപോപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ റൈസിൻ്റെ പ്രത്യേക റൈസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലേവേർഡാണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക റൈസാണ്. ആ ഒരു നമുക്ക് വെറും റൈസ് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും, മസാല ഇല്ലെങ്കിലും. ചില ബിരിയാണിയൊക്കെ റൈസ് വേറെ നിൽക്കുന്നുണ്ടാവും, മസാല വേറെ നിൽക്കുന്നുണ്ടാവും. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുണ്ടാവും ബിരിയാണി. പക്ഷേ ഇതങ്ങനെയല്ല. പിന്നെ ഇവരുടെ ചിക്കൻ എന്ന് പറയുന്നത് ലഗോൺ ചിക്കൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. അവർ അത്രയും ടൈം കുക്ക് ചെയ്യുന്നുണ്ട്. ലഗോൺ ചിക്കൻ സാധാരണ കുക്കിംഗ് ടൈം കൂടുതലാണല്ലോ, എന്നിട്ട് പോലും അതിന് ഒരു തവണ പോലും അത് ഹാർഡായിട്ടോ നമുക്ക് കുക്ക് ചെയ്യാത്ത പോലെയോ തോന്നിയിട്ടില്ല. അത്രയും കറക്റ്റായിട്ട് അത് കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഓരോ തവണയും. പിന്നെ അതേ ഫ്ലേവർ തന്നെ റൈസിനും ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് റൈസിലും തോന്നുന്നുണ്ട്. പിന്നെ എപ്പോൾ കഴിക്കുമ്പോഴും ഇത് ഒരേ രീതിയിൽ തന്നെ ഉണ്ടാവും. അതെങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പോലും ഒരു തവണ ഉണ്ടാക്കി കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു തവണ ഉണ്ടാക്കി നെക്സ്റ്റ് ടൈം അങ്ങനെ വരണമെന്നില്ല. പക്ഷേ ഇവർ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്താലും നാളെ ഓർഡർ ചെയ്താലും ഒരേ രീതിയിൽ തന്നെ അവർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് റാരാവീസിന് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്ലസ് പോയിൻറ്റ്. പിന്നെ ഈ ലോലിപോപ്പിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഓവർ സോസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോലിപോപ്പാണ് കുറച്ച് സോസി ആയിരിക്കും, ബട്ട് ദെൻ ഇത് ഉള്ള സോസ് മൊത്തം ഫ്രീ കിട്ടിയ മാതിരി എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു മസാല ഒട്ടും തന്നെ കഴിക്കാൻ തോന്നിയിട്ടില്ല. അത്രയും ഭയങ്കര ബോറായിട്ട് തോന്നിയായിരുന്നു. എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല, പക്ഷേ ആ ടൈമിൽ ഓർഡർ ചെയ്തപ്പോൾ നമുക്കങ്ങനെ കുറച്ച് മോശമായിട്ട് തന്നെ തോന്നി, ഓവർ സോസി ആയിട്ട് തോന്നി. ടേസ്റ്റ് വൈസ് നല്ലതാണ്, പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്രയും സോയാ സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകുമ്പം അത് കൊടുക്കുമ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ട് പോലെ തോന്നി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതർവൈസ് ബിരിയാണിയുടെ കാര്യത്തിലാണെങ്കിൽ 100% ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. പ്രൈസും റീസണബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇത്താത്താസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള എറണോളി പാലത്തുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം അത്രയേ ആയിട്ടുള്ളൂ. അപ്പം റീസെൻ്റ്ലി തുറന്നിട്ടുള്ളതാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താ വെച്ചാൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തലശ്ശേരിയുടെ പഴയ കാര്യങ്ങളും ഒക്കെ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെയും ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഹസ്ബൻഡ് ഫുൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഹാഫ് ബിരിയാണി കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. അത്രയും ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ തന്നെ ടെൻഷനായി. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് ആയിരുന്നു അടിപൊളി. നമ്മൾ എന്താ പറയുക പാർസലൊക്കെ വാങ്ങിച്ച മാതിരി ഉണ്ടായിരുന്നു. ഫുള്ളി റാപ്ഡാണ്. സ്റ്റിക്കറൊക്കെ ഇത്താത്താസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേബലൊക്കെ ഒട്ടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അത് തുറക്കുമ്പോൾ തന്നെ ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അവർ തന്നിട്ടുള്ളത്. കിച്ചണിന് നേരെ
ടേബിളിലോട്ട്. അതിൻ്റെ ഇടയിൽ ഫ്ലൈസോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൊറോണ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഇങ്ങനത്തെ രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. റൈസിന് ആവശ്യത്തിന് ഒരു ഫ്ലേവർ ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. മസാലയും കമ്പാരിറ്റീവ്ലി നല്ല കുറവായിരുന്നു. ചിക്കൻ നല്ല വെൽ കുക്ക്ഡാണ്, പക്ഷേ ചിക്കന് ഒരു ഫ്ലേവറിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പം അത് മസാലയുടെ മിസ്സിങ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈസ് ഒട്ടും തന്നെ ദം ചെയ്ത പോലെ തോന്നിയില്ല. ബിക്കോസ് ദം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റൈസിനും നല്ലൊരു ടേസ്റ്റ് വരേണ്ടതാണ്. പക്ഷേ അത് തലശ്ശേരി ബിരിയാണിയുടെ സ്പെഷ്യലും കൂടിയാണ് അങ്ങനെ റൈസിന് ഒരു ഫ്ലേവർ കിട്ടുന്നത്. പക്ഷേ അത് ഈ ഒരു ബിരിയാണിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതർവൈസ് ഒരു ആവറേജ് ബിരിയാണി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വൺ ടൈം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. പിന്നെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.